ഇന്നലെ നമുക്ക് ചെറിയൊരു സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-25 പേർക്കുള്ള സദ്യയാണ്. അപ്പോൾ അതിൻ്റെ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ സദ്യയിലെ എല്ലാ വിഭവങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം മെയിനായിട്ടുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. മത്തങ്ങ, മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് ന്യൂ മെമ്പേഴ്സ് ആഡ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ വഴുതനങ്ങയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുളി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മളുടെ സാമ്പാർ പൊടി ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ കായം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ സദ്യക്കൊക്കെ കൊടുക്കണതുകൊണ്ട് ഒരു കഷ്ണം ഇത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കായവും കൂടെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേ ആ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തു. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കടുക്, മുളക്, ഉലുവ, കറിവേപ്പില, കുറച്ച് നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടോ. ഇത് നമ്മളെ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് കായും ചേനയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കടല വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നിട്ട് വേണം നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർക്കാനായിട്ട്. അപ്പോഴത്തേക്ക് സോമനേട്ടൻ ഇവിടെ അരി വെക്കാനുള്ള കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകറിയിലേക്ക്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൂട്ടുകറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് കൂട്ടുകറിയിലേക്ക് കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ മെൽറ്റ് ചെയ്ത് ശർക്കര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വറ്റിയൊക്കെ വന്നപ്പോഴും ഞാനതിലേക്ക് കുറച്ച് നാളികേരവും ജീരകവും ഒരു 2-3 ഇതള് കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ഫ്രൈ ചെയ്തിടണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതൊക്കെ ഒന്ന് അരികിലേക്കൊക്കെ നീക്കി വെച്ചിട്ടേ കുറച്ച് കടുക്, മുളക്, കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ നമ്മുടെ കൂട്ടുകറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ അരച്ചിടാനായിട്ട് നാളികേരം ഞാൻ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചധികം തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യൂ കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാറില്ല കേട്ടോ അവിയലിലേക്ക്. വളരെ കുറച്ച് മാത്രമേ, അത് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ചേർക്കാറുള്ളൂ. അതായത് നമ്മുടെ ആ ഒരു ചേനയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ള ആ വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പകുതി വേവായപ്പോൾ അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് തൈര് ചേർക്കുന്നില്ലേന്ന്. നമ്മൾ ഈ ഭാഗത്ത് എറണാകുളം ഭാഗത്തേക്കൊക്കെ കൂടുതലും മാങ്ങയാണ് കേട്ടോ ചേർക്കാറ്. ഇനിയിപ്പോൾ മാങ്ങയൊക്കെ കിട്ടാത്ത സമയമാണെങ്കിൽ മാത്രം നമ്മൾ തൈര് ചേർക്കുള്ളൂ. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അത് വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് നാളികേരവും പച്ചമുളക്, ജീരകം, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ആവിയൊക്കെ കയറി അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ. അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. ക്യാബേജ് തോരന് വേണ്ടിയിട്ട് നമ്മൾ കടുകും, മുളകും, കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നാളികേരവും പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആവും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ കിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. കിച്ചടിക്ക് പാവയ്ക്ക ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചടിയുടെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡിയായി. ഇനി ഇവിടെ സോമൻ ചേട്ടനെ ചോറൊക്കെ ആയപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിവിടെ കിച്ചടിയുടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പാവയ്ക്ക നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത് നമ്മുടെ പായസം പാലടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നപ്പോഴേ നമ്മളിവിടെ ആവശ്യത്തിന് അട നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. കുറുകി വന്നു കഴിയുമ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് സോമൻ ചേട്ടൻ ഇവിടെ പപ്പടം കാച്ചുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യണേ.